ഞാൻ കുറച്ച് മുമ്പ് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷേ ആ റിലേഷൻഷിപ്പ് പല കാരണങ്ങളാൽ ബ്രേക്കപ്പ് ആയി. അപ്പോൾ ഇപ്പം നമ്മളൊരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടിട്ട് അവൾ നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് നമ്മുടെ ബോയ് ഫ്രണ്ട് ഫോർ എക്സാമ്പിൾ ഭയങ്കര ടോക്സിക് ആയിരുന്നു, എപ്പോഴും അടിയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് ചോദിക്കുകയാണ്, എന്നിട്ടും അന്ന് അങ്ങനെയും അടിയായിട്ടും അല്ലെങ്കിൽ അവൻ ടോക്സിക് ആയിട്ടും എന്തുകൊണ്ട് നിനക്ക് അതിൽ നിന്ന് മാറാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും റിപ്ലൈ ചെയ്യുക? ഐ യൂസ്ഡ് ടു ലവ് ഹിം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് നമ്മൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞല്ലോ. സോ ആ സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ഞാൻ അവനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു, ഞാൻ ലവിലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ലവിലല്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അവനെ ഇഷ്ടപ്പെടുന്നില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ്ഡ് ടു എന്നുള്ള സെൻറ്റൻസ് യൂസ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ഐ ലവ്ഡ് ഹിം എന്ന് പറയാം. ഓക്കെ, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു, ഐ ലവ്ഡ് ഹിം. ഇനി എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. ഓക്കെ, എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു, അത് പാസ്റ്റ് ടെൻസിലാണ്. സോ എങ്ങനെ പറയാം? ഐ ഹാഡ്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഹാഡ് വന്നത്. സോ ഐ ഹാഡ് ലവ് ഫോർ ഹിം എന്ന് പറയാം. എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു, ഐ ഹാഡ് ലവ് ഫോർ ഹിം എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇഷ്ടമല്ല, നമ്മൾ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. സോ ഐ യൂസ്ഡ് ടു ലവ് ഹിം. ഓക്കെ, സോ ഐ യൂസ്ഡ് ടു. ഈ യൂസ്ഡ് ടു എവിടെ യൂസ് ചെയ്യുക? അതായത് നമ്മൾ പണ്ടൊരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ്ഡ് ടു എന്ന് യൂസ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് വൺ നിങ്ങൾക്കുള്ളതാണ്, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഇപ്പം നമ്മൾ ചില ക്രൈറ്റീരിയാസ് ഒക്കെ വെക്കില്ലേ? ഇപ്പോൾ അവൻ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്താൽ ഞാൻ അവനെ ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെ പല ക്രൈറ്റീരിയാസും കണ്ടീഷൻസൊക്കെ വെക്കാറില്ലേ? സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ അവനെ ഇഷ്ടപ്പെടും, അതായത് ഫ്യൂച്ചറിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ.